രണ്ടാമതുള്ളത് ലംസമായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു പർട്ടിക്കുലർ ഫണ്ട് ഉണ്ട്, അത് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഒരു 10 കൊല്ലമോ 15 കൊല്ലമോ വെയിറ്റ് ചെയ്താൽ അതും 1 കോടി രൂപയൊക്കെ ആകും. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് കോർപ്പസ് ഡെവലപ്പ് ചെയ്യാം അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. പ്രധാനമായിട്ടും നോക്കേണ്ടത് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ്. SIP വഴി നിങ്ങൾ അല്ലെങ്കിൽ ബാങ്കിൽ ഫിക്സ് ഇട്ടിട്ടോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഒരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ഒരു കോർപ്പസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്ക് നാട്ടിൽ ചെല്ലുമ്പോൾ വളരെ ഈസി ആയിട്ട് അതിൽ നിന്നും പെർ മന്ത് വിഡ്രോവൽ ചെയ്യാൻ സാധിക്കും. ഇതിനെയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നേടിക്കഴിഞ്ഞാൽ പ്രവാസം നിങ്ങൾക്കൊരു ബാധ്യതയായി മാറില്ല, പിന്നെ നിങ്ങൾക്കതൊരു ഇഷ്ടമായി തുടങ്ങും. ഇതിനായിട്ട് ശരിക്കും എന്താണ് ഓരോ പ്രവാസിയും ചെയ്യേണ്ടത്? നമുക്കറിയാം, ഒരു പ്രവാസിയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യം ഒരു വീട് എന്നുള്ള സങ്കല്പമായിരിക്കും. പലപ്പോഴും വീടിനാണ് ആളുകൾ മുൻഗണന കൊടുക്കുക. ചിലപ്പോൾ കടമൊക്കെ ഉണ്ടാവും. കടമൊക്കെ ഒന്ന് വീട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു വീട് വെക്കുക അല്ലെങ്കിൽ ഒരു വീട് എടുക്കുക എന്നുള്ള കാര്യത്തിലേക്ക് പലരും പോകാറുണ്ട്. അതിന് തെറ്റ് പറയാൻ പാടില്ല, കാരണം വീട് എന്നുള്ളത് വളരെ പ്രൈമറി ആയിട്ടുള്ള ഒരു നീഡാണ്. വീട് വെച്ച് കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ റിട്ടയർമെന്റ് ആയിരിക്കും ഒരു പ്രവാസിയെ സംബന്ധിച്ച്. ഇപ്പൊ നാട്ടിലുള്ള ഒരു ഗവൺമെന്റ് ജോലിക്കാരനെ സംബന്ധിച്ച് അവർക്ക് PF ഉണ്ട്. PF കൃത്യമായിട്ട് അവരുടെ മന്ത്ലി സാലറിയുടെ ഒരു എമൗണ്ട് പോകും. അങ്ങനെയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് തന്നെ ഒരു 55 വയസ്സ് കഴിയുമ്പോൾ അല്ല 60 വയസ്സ് കഴിയുമ്പോൾ അവരുടെ അക്കൗണ്ടിലേക്ക് അവർ ഇത്രയും നാൾ ജീവിച്ച അതേ ലൈഫ് സ്റ്റൈലിൽ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ജീവിക്കാനുള്ള ഇൻകം അവർക്ക് PF വഴി ജനറേറ്റ് ചെയ്യും. പക്ഷെ ഒരു പ്രവാസിയെ സംബന്ധിച്ച് ജോലി പോയാലോ അല്ലെങ്കിൽ നാട്ടിലേക്ക് പോകേണ്ടി വരുമെന്ന് കേൾക്കുമ്പോൾ തന്നെ ഹാർട്ട് അറ്റാക്കും അല്ലെങ്കിൽ നെഞ്ചത്തുവിനൊക്കെ വരുന്ന പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞാൽ നാളെ മുതൽ എങ്ങനെ ജീവിക്കുമെന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ലാത്തതുകൊണ്ടാണ്.